മറ്റു വാർത്തകൾ പരിശോധിച്ചാൽ വാണിജ്യ ഗ്യാസ് സിലിണ്ടർ വില വർദ്ധിപ്പിച്ചത് ഹോട്ടൽ മേഖലയെ ദുരിതത്തിലാക്കിയെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ.എം.ആർ. അബ്ദുൾ റസാഖ്. ഭക്ഷണത്തിന് വില കൂട്ടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇന്ന് യോഗം ചേരുമെന്നും എൻ.എം.ആർ. റസാഖ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും ഹോട്ടലുകൾക്കും അതേപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കെല്ലാം തിരിച്ചടിയായിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിലവർധനമാണ് ഗ്യാസിന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അബ്ദുൾ റസാഖ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഗ്യാസിന് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വളരെ വലിയ തോതിൽ വില വർദ്ധിപ്പിച്ചു. ഏകദേശം ഒരു സിലിണ്ടറിന് 1000 രൂപയോളം വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി മാസം 1 കിലോ സിലിണ്ടറിന് 90 രൂപ, 1 കിലോ ഗ്യാസിന് 90 രൂപ വിറ്റ ഭാഗത്ത് ഇന്ന് 163 രൂപയായി. വളരെ വലിയ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എടുത്തിട്ട മാതിരി ഈ മേഖല വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് നമുക്ക് ആളിൻ്റെ ക്ഷാമം. നോർത്ത് ഇന്ത്യയിലെ ഇലക്ഷൻ കാരണം ഒരുപാട് പേര് പോയി. അങ്ങനെ സ്ഥാപനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ഒരു അടവ്, അതേപോലെ തന്നെ ഗ്യാസിൻ്റെ വിലവർധന താങ്ങാൻ കഴിയാതെ ഗ്യാസിൻ്റെ ദൗർബല്യം കാരണം, ക്ഷാമം കാരണം ഗ്യാസ് കിട്ടാതെ ഇതൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് തൊഴിലില്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും തുറക്കാം എന്നുള്ള സ്ഥിതി വരുന്ന ഘട്ടത്തിൽ ഇത്രയും വലിയൊരു വിലവർധനം. ഭക്ഷണത്തിൻ്റെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമോ? ഭക്ഷണത്തിൻ്റെ വിലവർധനവും മാത്രം ഒരു പരിഹാരമില്ല. വേറെ നിവൃത്തിയില്ല, വർദ്ധിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ ചെയ്യേണ്ടി വരും. പക്ഷെ അത് മാത്രമല്ല, ഇത് വാങ്ങൽ ശേഷി വേണ്ടേ. നമ്മൾ വല്ലാതെ അങ്ങോട്ട് വില വർദ്ധിപ്പിച്ച് ആര് വന്ന് കഴിക്കാനാണ്? വാങ്ങാനും കൂടി ആൾക്കാർക്ക് കഴിയേണ്ട വല്ലാത്തൊരവസ്ഥയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു പ്രതിവിധിയില്ല. ഇപ്പോൾ ഗ്യാസിന് പകരം അടുപ്പൊക്കെ കത്തിക്കാൻ നോക്കി അതിൻ്റെയും വില വർദ്ധിക്കുന്നു. വല്ലാതെ എനിക്ക് തോന്നുന്നു 10-30 രൂപ ഒരു തൂക്ക് വിറകിന് തന്നെ വില വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും ഏതെങ്കിലും തരത്തിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവും. ഇപ്രാവശ്യം ഇത് നല്ല രീതിക്ക്, കാരണം 1000 രൂപ ഒരു സിലിണ്ടറൊക്കെ കൂട്ടി 2-3 സിലിണ്ടർ എടുക്കുന്ന ഒരു ഹോട്ടലുകാരെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകാരൻ്റെ അവസ്ഥ എന്താ? 3000 രൂപ മാറ്റി വയ്ക്കും. മാസം 90,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ട് എങ്ങനെ അയാൾ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ അവൈലബിൾ ഒരു മീറ്റിംഗ്, ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വെക്കുന്നുണ്ട്. അതിനൊരു തീരുമാനം എടുക്കും. ശക്തമായ വികാരം നമ്മളുടെ അംഗങ്ങളുടെ ഇടയിലുണ്ട്. എന്തെങ്കിലും ചെയ്തേ തീരൂ എന്നുള്ളത്. എന്താണെങ്കിലും മീറ്റിംഗ് എടുക്കുന്നില്ല. ഒന്നും വേണ്ട. ഈ സർക്കാരുകൾ ഈ 18% രൂപയും 18% ഇതിന് GST വാങ്ങിക്കുന്നത്. അതിലൊരു കുറവെങ്കിലും വരുത്തി തന്നാൽ അതൊരു ആശ്വാസമായിരുന്നു. കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ആ വകുപ്പ് എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് വരെ കാത്തിരുന്ന മാതിരിയില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം കിട്ടിയ അവസരത്തിൽ തന്നെ അവർ ഈ വിലവർധന ഉണ്ടാക്കി. എല്ലാ മാസം 1-ാം തീയതി വിലവർധന വരുന്നത്. അതേമാതിരി കിട്ടിയ അവസരം അവർ ശരിക്കും ഉപയോഗപ്പെട്ടു. തീർച്ചയായും എന്തായാലും സംസ്ഥാനത്തെ മുഴുവൻ ഹോട്ടലുകളും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.